Academic Writing, Unit 3, The Process of Writing. What do the words purpose and the audience mean in the communication? നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ, ആശയവിനിമയം നടത്തുന്നതിൽ അതിൻ്റെ പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഓഡിയൻസ്, ആ പേർപ്പസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓഡിയൻസ് എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. പേർപ്പസ് മീൻസ് ദ ഡിസൈഡ് എഫക്റ്റ് ഓർ ഗോൾ ഇൻറ്റൻഡഡ് ഔട്ട്കം ഇൻ ദ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരു പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ടിനെയാണ് നമ്മൾ പേർപ്പസ് എന്ന് പറയുന്നത്. അതിനായിട്ടാണ് നമ്മൾ എഴുതാറുള്ളതും ഓരോ അക്കാഡമിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ എഴുതാറുള്ളത്. ഓഡിയൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് അത് കാണുന്ന ആൾക്കാരായിരിക്കും. ഒരു മ്യൂസിക്കിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് അത് കേൾക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു ബുക്കിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റൈറ്റിങ്ങിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് വായിക്കുന്ന ആളുകളായിരിക്കും. ആൻഡ് how many sentences are necessary for the paragraph? And what is the minimum number of a paragraph in essay? ഒരു പാരഗ്രാഫിൽ എത്ര സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു എസ്സേയിൽ എത്ര പാരഗ്രാഫ് ഉണ്ടായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. There is no fixed number. Sometimes a single sentence can constitute a paragraph, especially in a dialogue. But generally, we find 4 to 10 sentences in a paragraph, and there is no specification about the minimum number of paragraphs in an essay. But generally, it is 5 paragraphs, and 1 paragraph introduces the subject, and 3 paragraphs explain the topic, and the last paragraph makes the conclusion. ഒരു പാരഗ്രാഫിൽ എത്ര സെൻറ്റൻസസ് വേണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു നിബന്ധനകളൊന്നും തന്നെയില്ല. ചിലപ്പോൾ ഒരു സെൻറ്റൻസ് മാത്രമായിരിക്കും, ചിലപ്പോൾ ഒരു പാരഗ്രാഫിലായിരിക്കും ഉണ്ടായിരിക്കുക. സാധാരണയായിട്ട് 4 മുതൽ 10 വരെയുള്ള സെൻറ്റൻസസ് ആണ്. അത് ഏകദേശം 4 വരിയോ അല്ലെങ്കിൽ 10 വരിയോ ഉള്ള സെൻറ്റൻസുകളാണ് ഒരു പാരഗ്രാഫിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒരു എസ്സേയിൽ ഒരു പാരഗ്രാഫ്, അതായത് ഓരോ പാരഗ്രാഫിൽ ഫസ്റ്റ് പാരഗ്രാഫ് പൊതുവെ ഇൻട്രൊഡക്ഷനാണ് കൊടുക്കാറുള്ളത് എസ്സേസിലൊക്കെ. ജനറലി 5 പാരഗ്രാഫാണ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷനും 3 പാരഗ്രാഫ് നമ്മളുടെ ബോഡി, എന്തിനെക്കുറിച്ചാണോ നമ്മളുടെ വിഷയം അതിനെക്കുറിച്ചുള്ള അനാലിസിസും, അവസാനത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് കൺക്ലൂഷൻ. ഈ രീതിയിലാണ് ജനറലി നമ്മൾ എസ്സേ എഴുതാറുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ ഇൻ എൻ എസ്സേ? ഒരു എസ്സേ എന്ന് പറയുന്നതിൽ, ഒരു എസ്സേയിൽ നമ്മൾ എഴുതുന്ന, എക്സാമിനൊക്കെ എഴുതുന്ന എസ്സേയിൽ ഇൻട്രൊഡക്ഷൻ്റെയും കൺക്ലൂഷൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ ഇൻട്രൊഡക്ഷൻ introduces the topic and interesting way. The conclusion makes a rounding up of the arguments given. They are the beginning and the end of an essay. ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം നമ്മളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക ചെയ്യുന്നത്. എന്നാൽ കൺക്ലൂഷൻ ആവട്ടെ, അത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷൻ, ഒരു എന്താ പറയുക, നമ്മൾ ഒരു അവസാനം നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്, അതാണ് കൺക്ലൂഷൻ കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫീച്ചേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. The most important features of academic writing are formal, objective, and technical. Formal means the writer is not supposed to use colloquial expressions, slangs, and contracted from the words like how are you. ഇത് നമ്മൾ ഷോർട്ടായിട്ട് അബ്രിവേഷൻ കൊടുക്കില്ലേ, ഹൗ ആർ, ARE എന്നുള്ളതിന് പകരം വെറും ആർ മാത്രം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒബ്ജക്റ്റീവ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഇംപേഴ്സണൽ ഇൻ ടോൺ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, ടെക്നിക്കൽ. ഇത് അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഫോർമലാണ്, 2 ഒബ്ജക്റ്റീവാണ്, 3 ടെക്നിക്കാണ്. ഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരൻ്റെ ആ ഒരു സംഭാഷണ രീതികളും വാക്കുകളുടെ ചുരുക്ക രൂപങ്ങളൊക്കെയാണ്. അതൊക്കെ പൊതുവേ നമ്മൾ എല്ലാ എഴുത്തുകാരും യൂസ് ചെയ്യുന്നതാണ്. അതൊന്നും ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്.
പിന്നെ നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ ടോണ് ന്യൂട്രൽ ആയിരിക്കണം. ഒരാളെയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആവരുത് എഴുതുന്നത് എന്ന് ആണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടെക്നിക്കൽ. അതിന് നമ്മൾ എഴുതുന്ന കണ്ടൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലും അതിന് പറ്റിയ ടോപ്പിക്കും പ്രയോഗങ്ങളും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ ഒരു ടെക്നിക്കൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ഡിമാൻഡ് different paragraphs format and the structure of a paragraph in a science paper in a different from that humanities and social sciences. പലതരം റൈറ്റിങ്സ് ഉണ്ട്. അതിന് ഓരോന്നിനെയും ഓരോ രീതിയിലാണ് പല പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും. സയൻസ് പേപ്പറിലെ ഒരു പാരഗ്രാഫ് ഹ്യൂമാനിറ്റീസിലെയോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലെ പാരഗ്രാഫിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ സയൻസ് എഴുതുമ്പോൾ ഉള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കില്ല നമ്മൾ ലിറ്ററേച്ചർ എഴുതുന്ന സമയത്ത് അതിലൊരു പാരഗ്രാഫ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ സൈസിൽ അല്ലെങ്കിൽ വാക്കുകളുടെ സൈസിലൊക്കെ ലെങ്ത്തിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും. സയൻസിലെ പാരഗ്രാഫ് വളരെ ഷോർട്ടായിരിക്കും. ഹ്യൂമാനിറ്റീസിലൊക്കെ എഴുതുന്ന അതായത് ഹ്യൂമാനിറ്റീസ് കോഴ്സുകളിലൊക്കെ എഴുതുന്ന എസ്സേസ് ആണെങ്കിൽ കുറച്ചുകൂടെ നീട്ടി എഴുതും. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് പോലെയുള്ള പേപ്പേഴ്സൊക്കെ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ഷോർട്ടാക്കി എഴുതും. എന്നാൽ ഹിസ്റ്ററി മലയാളം പോലെയുള്ള പേപ്പേഴ്സ് നമ്മൾ വലിച്ചു വാരി എഴുതാറുണ്ട്. കാരണം അങ്ങനെ എഴുതണം. ആ ഒരു പേപ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. സോ അങ്ങനെ ഭയങ്കര ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റൈലിലും അതുപോലെ ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫുകളും ഉപയോഗിക്കുന്ന പേപ്പേഴ്സും ഉണ്ട്. സയൻസ് പേപ്പേഴ്സ് പൊതുവേ എക്സ്പ്ലനേഷൻസ് ആയിരിക്കും. എന്നാലും അതിൽ പൊതുവേ ഇൻഫോർമേഷൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് the process of academic writing. There are differences in the process of scholarly writing, but there are three major processes preceding the submission of an academic assignment. They are pre-writing, writing, and revising. If we are asking to write an argumentative essay, these are the steps we should take. Students in the writing style ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അക്കാഡമിക് അസൈൻമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് സാധാരണയായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് 1 പ്രീ റൈറ്റിങ്ങും, 2 റൈറ്റിംഗ് റിവൈസിങ്ങും, മറ്റേത് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസ് എഴുതാൻ പറയുന്ന സമയത്തുള്ളത് റിവൈസിങ്ങും. അതായത് ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി, investigate the first step, choosing a subject, then a topic, and decide the focus and think of the purpose of the audience. നമ്മൾ ഒരു എസ്സേ എഴുതുന്ന സമയത്ത് ഒരു അക്കാഡമിക് എസ്സേയുടെ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമ്മളുടെ ടോപ്പിക്ക് എങ്ങനെയാണ് എന്നതിനെ ഡിസൈഡ് ചെയ്തതിന് ശേഷം അത് എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ആരാണ് ഓഡിയൻസ് എന്നൊക്കെ നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ഒരു എസ്സേ എഴുതാൻ. ദെൻ സെക്കൻഡ് പോയിൻ്റ് ഈസ് കളക്റ്റഡ് ഇൻഫർമേഷൻ ഫ്രം ദ എക്സ്പേർട്ട് സോഴ്സസ്. നമ്മൾ എപ്പോഴും വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള സോഴ്സസിൽ നിന്ന് മാത്രമായിരിക്കണം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ. ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്, എന്തൊക്കെയാണ് സെർച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ആദ്യമേ തീരുമാനിച്ച് വെക്കണമെന്നാണ് പറയുന്നത്. ആൻഡ് ദ തേർഡ് പോയിൻ്റ് ഈസ് ഫൈനലൈസ് ദ ബേസിക് പോയിൻറ്റ്സ്, ഓർഗനൈസേഷണൽ പാറ്റേൺസ് ആൻഡ് ദ ഗ്രൂപ്പിംഗ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് പാരഗ്രാഫ്സ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, പാരഗ്രാഫുകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ഒരു അവെയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ആൻഡ് പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. പിന്നെ നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള റൈറ്റിംഗ് എന്തെങ്കിലും ഒരു സെമിനാറോ അസൈൻമെൻറ്റോ എഴുതി തുടങ്ങുക. അതിന് ശേഷം നമ്മളത് ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കിയതിന് ശേഷം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് അക്കാഡമിക് റൈറ്റിങ്ങിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ അക്കാഡമിക് റൈറ്റിങ്ങിൽ എഴുത്ത് എന്ന് പറയുന്നത് നമ്മളുടെ സെമിനാർ എഴുതുന്നതും അതുപോലെ തന്നെ പ്രൊജക്റ്റ് എഴുതുന്നതൊക്കെ ഈ ഒരു ജേണലിൽ പെടും. കാരണം നമ്മൾ എന്ത് എഴുതിയാലും അതൊരു അക്കാഡമിക് ജേണൽ ആയിരിക്കില്ല. നമ്മളൊരു സെമിനാർ എഴുതുമ്പോൾ സെമിനാറിൻ്റെ ടോപ്പിക് എഴുതും, അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. അതുപോലെയാണ് പ്രൊജക്റ്റും. അപ്പോൾ അത്തരത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്.